ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ രാവിലത്തെ ഓട്ടട മാവ് ബാക്കി വന്നതാണേ. അപ്പോൾ നമ്മളതിലേക്ക് 3 അച്ച് ശർക്കര ഉരുക്കി ചൂടോടുക്കെ തന്നെ ആ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഒന്ന് ഇളക്കണം കേട്ടോ. അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഇളക്കി കൊടുക്കുക വേണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും. നമുക്ക് കട്ട പിടിച്ചാൽ ചിലപ്പോൾ ഒന്നിനും പറ്റില്ല. അപ്പോൾ ആ മാവിലോട്ട് ഓട്ടട മാവ് അരയ്ക്കാനും ഞാൻ പച്ചരിയും തേങ്ങയും കുറച്ച് വറ്റുമാണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും അരയ്ക്കലെന്ന് എനിക്കറിയാം, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അതിലേക്ക് നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്തും ചീരുള്ളി അരിഞ്ഞത് ഞാൻ വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് കോരുന്നുണ്ട്. അതിൽ നമുക്ക് അതൊന്ന് മൂത്ത് വരുമ്പോൾ പകുതി നമുക്ക് നമ്മുടെ ആ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പകുതി നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ അതിലൊഴിച്ചു കൊടുക്കണേ. അപ്പം നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് അപ്പക്കാരും ഇട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച വറവുണ്ടല്ലോ, അത് ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ കുറയ്ക്കണേ. ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ മാവ് നമുക്ക് ഒരു 3 കോരി ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ എത്ര തിക്നെസ് എത്രയാണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂടാവണേ. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാനൊരു 3 തവണ അത് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിക്കണം. എന്താ പറയുക, അത് ഒഴിച്ച പാടന്നെ അടയ്ക്കേണ്ട. കുറച്ച് ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ ഒന്ന് അടച്ച് വെച്ചാൽ മതി. എന്നിട്ടൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. തീ കൂട്ടരുത്. നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിട്ടും ഉണ്ടാവും. അടിഭാഗം നല്ല മൊരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല ഫ്ലഫി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഓട്ടടമാവ് ബാക്കിയുണ്ടെങ്കിൽ ഇനി കളയണ്ട കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ബാച്ചും കൂടെ ഒന്ന് ഒഴിക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ അപ്പം റെഡിയാവും. ഒരു 3 ബാച്ച് ചുട്ടെടുക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് ഇനി നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക് യു.